ഹലോ, നമ്മ ഇന്ന് വന്നിരിക്കുന്നത് വിശാൽ മെഗാ മാർട്ടിലാണ്. ഈ സ്റ്റോർ വന്നിട്ട് വൈപ്പില്ല മാനാട്ടുപറമ്പിലാണ്. ഇന്ത്യയിൽ 600ഓളം ഔട്ട്ലെറ്റ് ഇവർക്കുണ്ട്. നമ്മുടെ കേരളത്തിലും ഇപ്പോൾ ഒരു 6 ഔട്ട്ലെറ്റ് ആയിട്ടുണ്ട്. കൊച്ചി, വൈപ്പിൻ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം. പ്രൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബേബീസിൻ്റെ ഡ്രസ്സൊക്കെ 7999 ആ ഒരു പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നല്ല ക്ലോത്താണ്, അവർക്ക് കംഫർട്ട് ആവുന്ന ക്ലോത്ത് തന്നെയാണ്. ഗേൾസിന് ഇടാൻ പറ്റിയ ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും ടീഷർട്ട്സും ഒരുപാട് ക്രോപ്പ് ടോപ്സും ലെങ്തി ടോപ്സും ജീൻസും കുർത്താസും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഓഫറിലാണ് ഇട്ടേക്കുന്നത്. ഇന്നർവെയേഴ്സും എല്ലാം ഓഫറിലായിട്ടിരിക്കുന്നത്. ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് 2 ദിവസമായിട്ടാണ്. ഒരു ദിവസം ഞങ്ങൾ ഇതിൽ പാസ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ കവർ ചെയ്തതാണ് ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. അതെന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ ചേഞ്ചസ് കാണുമ്പോൾ മനസ്സിലാവും. വെറുതെ വിസിറ്റ് ചെയ്ത് പോകുന്ന ആളുകൾ പോലും എന്തായാലും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാണ്ട് പോവില്ല. കാരണം അത്ര അഫോർഡബിൾ ആയിട്ടാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നേ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. വിശാൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും. കണ്ടോ, ബേബീസിൻ്റെ ഡ്രസ്സൊക്കെ എന്തോരം അഫോർഡബിൾ ആണെന്ന്. 79ഉം 99ഉം 49ഒക്കെ കിടപ്പുണ്ട്. അതും നല്ല ക്ലോത്ത് ആയിരുന്നു. ഞാനത് തൊട്ട് നോക്കിയായിരുന്നു. എന്നിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ വോയിസ് കൊടുക്കാത്തത് നിങ്ങൾക്ക് വീഡിയോയിൽ വിസിബിളായിട്ട് കാണാം. പിന്നെ അതിൻ്റെ പ്രൈസും ഞാൻ കാണിക്കുന്നുണ്ട്.
ഈ വീഡിയോസൊക്കെ ആദ്യത്തെ ദിവസം വന്നപ്പോൾ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം ഞങ്ങൾ പർച്ചേസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഡേ വന്നപ്പോഴാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ. ഷർട്ട് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യമൊക്കെ ബ്ലാക്കിലായിരുന്നു ഞാൻ കയറി പിടിച്ചിരുന്നത് വെച്ചാൽ. ഇപ്പം എന്താണെന്നറിയില്ല, എവിടെ പോയാലും വൈറ്റാണ് എടുക്കാറ്. ജെൻസിൻ്റെ ടീഷർട്ടിനൊക്കെ നല്ല വില കുറവാണ്. 100, 150 ഒക്കെയാണ് ഞാൻ കണ്ടത്. ഇക്കാക്ക ഇട്ടിരിക്കുന്ന ബ്ലാക്ക് ടീഷർട്ടും കയ്യിലിരിക്കുന്നതും പിന്നെ ഒരു വൈറ്റ് കൂടി എടുത്തായിരുന്നേ.
ഓവർ സൈസ് ടീഷർട്ട് ഇക്കാക്ക് എടുത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇക്കാക്ക് ഇല്ലാത്തൊരു മോഡലായിരുന്നു. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോസിലും നല്ല സോങ്സോ നല്ല ബീജിമോ ഒന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഭയങ്കര പാടാണ്. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ടോയ്സിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇവന. കുഞ്ഞ് ടോയ്സൊക്കെ ആണെങ്കിലും നല്ല ക്യൂട്ടായിരിക്കും കാണാനായിട്ട്. ടോയ്സിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. കുട്ടികൾക്കൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നോട്ടോ. ക്രിക്കറ്റിനോട് ഭയങ്കര ക്രേസുള്ള ആളാണ് ഇക്കാക്ക. ഇത്രയും നേരം ബോളിലായിരുന്നു കൈ. ഇപ്പോൾ ബാറ്റ് കണ്ടപ്പോഴത്തേനും ഓടിപ്പോയി ബോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ബോൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് ബാറ്റ് ചെയ്യാൻ നിൽക്കും. പക്ഷെ എന്താ ചെയ്യാലേ. Lighten up, take me on your magic river. Tell me all your dreams align. Sign me up and tell me about the people that you know who are trying to feel alive. Life can get hard, so honey, if you need to cry, just come share my pillow and rain, rain, go away. ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് നമ്മൾ ഗേൾസിൻ്റെ ഐറ്റംസ്, കുട്ടികളുടെ ഡ്രസ്സസ്, ചെപ്പൽസ് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് ഫുള്ള് ജെൻസ് ഐറ്റംസ്. ഇപ്പോൾ വന്നിരിക്കുന്നത് തേർഡ് ഫ്ലോറിലേക്കാണ്. നമ്മുടെ അമ്മമാരുടെ ഫേവറേറ്റ് സ്പോട്ടാണിത്. അമ്മമാരുടെ മാത്രമല്ല കേട്ടോ, നമ്മളും കണ്ടു കഴിഞ്ഞാൽ കണ്ടു നിന്ന് പോകും. അത്രയും നല്ല രസമായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ കുറച്ചധികം വർണ്ണിച്ച് അലങ്കോലമാക്കുന്നുണ്ടോയെന്നറിയില്ല, എന്നാലും കുറച്ച് അലങ്കോലമാകാം. കാരണം അത്രയും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി പില്ലോ ഒക്കെ വെറുതെ എടുക്കുന്നുണ്ട് ഞാൻ, അത്ര റേറ്റ് കുറവായതുകൊണ്ടാണ്. You know time is on our side. Things are gonna haunt us, we'll just have to put aside. Now right here if you just need to cry. Come love, share my pillow and rain, rain, go away. Been some time since you fixed me. I'll never forget your time.
ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എന്തായാലും വിശാലിൽ വന്നോ, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. കാരണം മിക്കതിനും ഓഫേഴ്സ് ഉണ്ട്. എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയായിരുന്നേ. പർച്ചേസ് ചെയ്യണമെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ അഫോർഡബിൾ ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്യാൻ താഴത്തേക്ക് പോകുന്നു. നമ്മുടെ കുഞ്ഞു ഷോപ്പിംഗ് കഴിയുകയാണ് കേട്ടോ. ബില്ല് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തായിരുന്നു. അവരുടെ സിസ്റ്റത്തിനകത്ത് എന്തോ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പോസ്റ്റായിട്ടോ. അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ വിശാലിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അതിപ്പോൾ ഏത് വിശാലാണെങ്കിലും ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു ഷോപ്പിംഗ് ഇവിടെ കഴിയുവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.